ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഇത് 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-ാം തിരുവചനം. സ്വർഗത്തിലേക്ക് മിഴി ഉയർത്താനാവാതെ മുഖം പൊത്തി കരയാൻ അവൾ നിന്നെ അനുവദിക്കുകയില്ല. നിൻ്റെ മിഴി നിറയുന്ന നേരങ്ങളിൽ അവൾ ചാരെ വരും. നിൻ്റെ മിഴിനീർ അവൾ കുപ്പിയിൽ ശേഖരിക്കും. നിനക്കവൾ സ്വർഗത്തിൻ്റെ ഐശ്വര്യം പകർന്നേകും. കുഞ്ഞെ, നീ കരയാതെ, നീ എൻ്റെ പൊന്നല്ലേ എന്ന സ്വരം ഞാൻ ഒരിക്കലല്ല ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ കേൾവി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷേ ഈ ലോകത്തിൽ നിന്ന് എന്നേ യാത്രയായേനെ. മിഴിനീരൊപ്പുന്ന ഈ വചനങ്ങൾ നീ ഉച്ചരിക്കുക. അമ്മേ, ഈ വചനങ്ങളാൽ എന്നിൽ കനിവേകുക എന്ന് നീ ഏറ്റുപാടുക. അവൾ നിൻ്റെ ചാരെ വരും. കരയുന്നു അമ്മേ, നിൻ മുൻപിൽ നിന്ന് ആരും കാണാതെ ഞാൻ പാടുന്നു. അമ്മേ, എൻ ജീവഗാനം ആരും കേൾക്കാതെ ഞാൻ വരുമോ? നീ എന്നമ്മേ, കണ്ണീർ തുടയ്ക്കാൻ നീ വരുമോ? മിഴി നിറയുന്നവരുടെ ചാരെ എത്തുന്നവളാണ് അമ്മ മറിയം. നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കരങ്ങളിൽ സ്വയം സമർപ്പിക്കുക. അവൾ നിങ്ങളുടെ ആത്മാവിനെ നന്നായി പരിപാലിക്കും. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.